ഇന്ന് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പനീർ ലാഹോരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. ഈ ഒരു ലാഹോരി പനീർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച പനീറാണ്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടി ഇങ്ങനെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്യുന്നതാണ്. ഇനി ഈ കട്ട് ചെയ്ത പനീർ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. വെറും എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കുകയാണ്. ഇനി ഈ കറിക്ക് നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ 3 സവാള ഇതുപോലെ നല്ലതുപോലെ വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും തൈരും കൂടെ ചേർക്കുകയാണ്. പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അരച്ചു മാറ്റി വയ്ക്കാം. 2 തക്കാളി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചു മാറ്റി വയ്ക്കാം. നേരത്തെ പനീർ വറുത്ത അതേ പാനിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാലയും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ ഈ അരപ്പ് വെള്ളമൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതായ പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് സമയം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പനീറിൻ്റെ കറിയാണ്. അത് നല്ല ചാറൊക്കെ നല്ല കുറുകി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതുവരേക്കും ഈ ഒരു കറി ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പനീർ ലാഹോരി റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.